ആങ്കുറി അങ്ങനെ സ്കൂളിൽ പോയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. അവന്റെ ടിഫിനിലേക്ക് ഞാൻ ഇന്ന് വെച്ച് കൊടുക്കുന്നത് പാസ്ത കേട്ടോ. അതിനായിട്ട് ഇതേ പാസ്ത ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നൊരു ഷെസ്വാൻ ഗാർലിക് ചില്ലി സോസ് ജസ്റ്റ് ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് സോട്ട് ചെയ്തിട്ടുള്ള നോർമൽ രീതിയിലുള്ളൊരു പാസ്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. പിന്നെ കുറച്ച് ചീസും ഉണ്ടായിരുന്നു, അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാസ്ത ഹെർബ്സും ഒക്കെ ഇട്ടിട്ട് സംഭവം സെറ്റപ്പായി. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊടുത്തു വിടുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമല്ലേ. അപ്പോൾ അവനിഷ്ടമുള്ള സംഭവം തന്നെയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പാസ്ത വെച്ച് കൊടുത്തത്. പിന്നെ ദേ ഞങ്ങളുടെ ചായ ഇട്ട് വെച്ചു. സമയം 7:50. അങ്കു ദേ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പിടിച്ച ജലദോഷം ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. രാക്കേക്കും കുറഞ്ഞു വരുന്നുണ്ട്. അങ്കു ഇടയ്ക്ക് നമ്മുടെ ആരോഗ്യ നികേതനിൽ പോയി നെബുലൈസേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചുമ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നെബുലൈസേഷന് പറ്റും കേട്ടോ. രാക്കെ നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ്. മണ്ടയും തൊണ്ടയൊക്കെ അടച്ചു. അങ്ങനെ വീണ്ടും നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ടേ. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചില്ലേ ഈ ബേര്, അത് കഴുകാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കർഷകരുടെ നിന്ന് വാങ്ങിച്ച പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ആട്ടോ. അപ്പോൾ അത് മെല്ലെ മെല്ലെ ഇട്ട് വെക്കണ്ടേ. ഈ മട്ടൊക്കെ പൊളിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതേ നല്ല ഓറഞ്ച് കളറിലെ ക്യാരറ്റൊക്കെ പിന്നെ ഇവിടെ ചിലവാകും കേട്ടോ. അങ്ക് പറഞ്ഞു എനിക്ക് ഗാജർ ഹൽവ ഉണ്ടാക്കി തരണേ അമ്മ എന്ന്. അപ്പം നോക്കാം, അത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കോളിഫ്ലവർ, ക്യാബേജ്, പപ്പായ, കിന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പം നമ്മുടെ മട്ടർ ഞാനൊരു പേപ്പർ കവറിലോട്ട് മാറ്റി വെച്ചു, അല്ലെങ്കിൽ അത് അഴുകിപ്പോവും പ്ലാസ്റ്റിക്കിലിരുന്നാൽ. വേറുതെ കഴുകി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് ഇടയ്ക്ക് കഴിക്കാമല്ലോ. കുറച്ച് ദിവസത്തേക്കുള്ള നമ്മുടെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ അങ്ങനെ സ്റ്റോക്കായി. ഈ സമയത്ത് കേട്ടോ ഇത്രയും വില കുറവിലൂടെ പച്ചക്കറി കിട്ടുന്നേ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല കൂടി വരും. ചൂടല്ലേ വരുന്നേ. ഇപ്പം തന്നെ പകല് 20 ഡിഗ്രി എബവ് ആയി തുടങ്ങി. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 ക്രേറ്റ് മുട്ട. പിന്നെ പഴയതിരുന്ന 3-4 അത് ഞാൻ ദേ മുകളിലോട്ട് എടുത്തു വെച്ചു. തണുപ്പായതുകൊണ്ട് ഇപ്പം പുറത്തിരുന്നാലും കേടാവത്തില്ല. പക്ഷേ ഇനി കഴുകി അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. രാവിലെ മുതൽ ഇതേ നമ്മുടെ പുല്ല് വെട്ടൽ തുടങ്ങിയതാട്ടോ. അതുകൊണ്ട് എനിക്ക് ബാൽക്കണി ഒന്നും തുറന്നുവിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് ഭയങ്കര അലർജിയായി പുല്ല് വെട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് അത്ര പൊടിയില്ല, എനിക്കറിയില്ല, നനഞ്ഞൊരുവിധം പുല്ല് കിടക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ പുല്ലിൻ്റെ ആ ഒരു പൊടി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സ്മെല്ലുണ്ട്. അതൊരു വല്ലാത്ത ഇറിറ്റേഷനാട്ടോ. തൈരിപ്പ് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റ് കൊണ്ടൊരു മോരുകറി പോലെ ഉണ്ടാക്കി വെച്ചു. ഇത് ശരിക്കും ഒരു ഹരിയാന സ്റ്റൈലിലെ സംഭവമാണ്. ഇവരിതിൽ തേങ്ങയൊന്നും അരയ്ക്കത്തില്ല. ഞാൻ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ. 2-3 ദിവസം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതേ ചോറ് ഊറ്റിയിട്ടു. ഇനി കുറച്ച് മട്ടർ പൊളിച്ച് വെക്കാമെന്ന് വെച്ചു. ഇപ്പോഴേ തുടങ്ങിയാലേ അത് എന്തായാലും തീരത്തുള്ളൂ. ഞാനങ്ങനെ ഓരോ പെട്ടി വീതം ഇങ്ങനെ മെല്ലെ മെല്ലെ ഫ്രീസറിലോട്ട് വെക്കാമെന്ന് വെച്ചു. കുറച്ച് നാൾ ഇരിക്കുവേ. അപ്പോഴത്തേക്ക് ഇതേ രാക്കെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് മെഴുക്കുരട്ടുന്ന പോലെ ഒരു സെറ്റപ്പും കൂടെ ആക്കിയിട്ടോ. തണുപ്പൊക്കെ ഓൾമോസ്റ്റ് പോയി. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലും നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയായി തുടങ്ങി. അപ്പം നമ്മുടെ തണുപ്പിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇനി മെല്ലെ മെല്ലെ അകത്ത് കയറ്റി തുടങ്ങണം. കഴുകി ഉണക്കി അകത്തോട്ടങ്ങ് കെട്ടി വെക്കാമെന്ന് വെച്ചു. ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ഒരു വ്ലോഗിൽ കാണിച്ചില്ലേ രാക്കെ ഒരു കല്യാണത്തിന് പോയിരുന്നു എന്ന്. അപ്പോൾ ആ കല്യാണത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുമ്പോൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് മെയിൻലി ഈ വില്ലേജസിൽ കൊടുക്കുന്ന ഒരു സംഭവം. ശരിക്കും നോർത്ത് ഇന്ത്യയിലുള്ളതാണ്. ഇതിപ്പോൾ രാക്കെ പോയത് ശരിക്കും ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ ഉള്ള ഒരാളുടെ മകൻ്റെ കല്യാണമായിരുന്നു, ഒരു കൊളീഗിൻ്റെ. അത് ശരിക്കും ഒരു ഗ്രാമത്തിൽ വെച്ച് സോണിപ്പത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിലെ റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഹൽവായി എന്ന് പറയും. നമ്മുടെ പാചകക്കാരില്ലേ, അവരെ ഇവിടെ വിളിക്കുന്ന ഹൽവായി എന്നാട്ടോ. അവർ തന്നെ ഭക്ഷണത്തിന്റെ കൂടെ ഉണ്ടാക്കുന്നതാണ് ഈ സ്വീറ്റ്സ്. ഈ സ്വീറ്റ്സ് 2 ആഴ്ച വരെ പുറത്ത് കേടാകാതെ ഇരിക്കും എന്നാ പറയുന്നത്. നോർമലി ഇപ്പൊ സിറ്റീസിലുള്ള വലിയ വലിയ കല്യാണമൊക്കെ ആണെങ്കിൽ അവർ ബേക്കറിയിൽ നിന്നുള്ള സ്വീറ്റ്സ് ആണ്, നെയ്യൊക്കെ ഉള്ള. അത് അങ്ങനെ ഇരിക്കത്തില്ലല്ലോ പുറത്ത്. ഇത് 2 ആഴ്ച വരെ പുറത്തിരിക്കുന്നതാണ്. നമ്മുടെ മെയ്ഡിനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. പലതരത്തിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതേ കടലമാവാണ് കൂടുതലും ഇവർ ഉണ്ടാക്കുന്നത്. കടലമാവും ഉഴുന്നുമാവും കൊണ്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും. ഇത് മാത്രം നംകീനാണ്. നംകീൻ എന്ന് വെച്ചാൽ ഉപ്പ്. ബാക്കി ശർക്കര കൊണ്ടുള്ളതുണ്ട്, പഞ്ചസാര കൊണ്ടുള്ളതുണ്ട്. ഒരെണ്ണം നമ്മുടെ കോക്കനട്ട് ബർഫി പോലെ തേങ്ങയുടെ ആ വെള്ള കളർ ഇത് കണ്ടോ, നമ്മുടെ ബൗണ്ടി എന്ന് പറഞ്ഞൊരു മിഠായി ഇല്ല, അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ജിലേബി, ലഡു, എന്തൊക്കെയോ സ്വീറ്റ്സും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ പകുതി ഞാൻ മെയ്ഡിന് കൊടുക്കും കേട്ടോ. കാരണം ഇവിടെ ഇരുന്നാലും ഞങ്ങൾ 3 പേരും കഴിക്കും. പഞ്ചസാര അധികം അത്ര നല്ലതല്ലല്ലോ. ഈ നോർത്ത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്വീറ്റ്സ് ഇങ്ങനെ തലങ്ങും വിലങ്ങും വന്നുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ഒക്കെ പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തരും കേട്ടോ. അതാണൊരു വിഷയം. അങ്ങനെ അങ്കു ദേ സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷന് പോകാൻ ഇറങ്ങുകയാണ്. ഡിന്നറിന് ഞാൻ നമ്മുടെ മട്ടർ പൊളിച്ചു വെച്ചല്ലോ, അത് സിമ്പിളായിട്ട് ഒന്ന് മസാല പോലെ ഉണ്ടാക്കിയിട്ട് മുട്ടയും കൂടി ഇട്ടിട്ട് എഗ് മട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് കഴുകിയിട്ട് സ്ട്രെയിനറിൽ ഇട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് എന്താ പറയുക, അത് പോകുമ്പോൾ അതെല്ലാം സിങ്കി പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ സ്ട്രെയിനറിൽ വെച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് തുറന്ന് ഒന്ന് വേവിച്ചെടുക്കാം. മട്ടന് അധികം വേഗില്ല.
അപ്പം ഒന്ന് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതിനിരുന്ന് കുറുകും. അപ്പോൾ കുറുകി കിട്ടുമ്പോൾ നമുക്ക് മുട്ടയും കൂടെ ഇട്ട് കഴിക്കാം. ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയും എഗ് മട്ടർ മസാലയുമാണ് നമ്മുടെ ഡിന്നർ. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വീട്ടിൽ നിന്ന് ചപ്പാത്തി വാങ്ങാമെന്ന്. മടിയായിരുന്നു ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ കുഴച്ചങ്ങ് അതേ റെഡിയാക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ചപ്പാത്തിയാണ് ഇഷ്ടം. ഫുൾക്ക അത്ര വലിയ താല്പര്യമില്ല. കാരണം ആ ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഓവറായിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. നമ്മൾ നല്ല നെയ്യൊക്കെ തേച്ച് വേറെ രീതിയല്ലേ നമ്മുടെ ചപ്പാത്തി. അപ്പം നമ്മുടെ മട്ടർ മസാലയും കുറുകി വന്നു. നെയ്യിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ വിന്റർ കാശ്മീർ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ വ്ളോഗ് ആട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഞാൻ ലാസ്റ്റ് ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ജമ്മുവിലായിരുന്നു സ്റ്റേ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ പഞ്ചാബിൽ എത്തിയിട്ടുണ്ട്. ജമ്മു കഴിഞ്ഞ് പഞ്ചാബ് ബോർഡറിലെത്തി. നമ്മുടെ ഫോണൊക്കെ ഓണായി. അപ്പോൾ ബോർഡറിൽ ഒന്ന് നിന്ന് വാഷ്റൂമിലൊക്കെ പോകാന്ന് വെച്ചൊരു സ്ഥലത്ത് നിർത്തി. ഇത് ലെമൺ ഗ്രാസ് ആയത് കേട്ടോ, നല്ല മണമുണ്ട്. In 800 meters, take the ramp to National Highway 44. നമ്മളൊരിട്ടും ചായ എങ്ങനെ കുടിക്കാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ ഈ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഹവേലി ആട്ടോ. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹവേലി എന്ന് പറയാം ഹവേലികളുടെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്കിവിടെ സ്ഥലം കിട്ടിയില്ല വണ്ടി ഇടാൻ. അപ്പം നമ്മൾ വേറെ സ്ഥലം നോക്കി പോവുകയാണ്. കാരണം ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഇത് ഡിമാർട്ട് കണ്ടോ. നമ്മുടെ നാട്ടിൽ ഡിമാർട്ട് ഉണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് നീൽഖണ്ഡ് ധാബയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ദഹി ബല്ലയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റാണ് പഞ്ചാബിലെ ദഹി ബല്ലയ്ക്ക്. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും ബാക്കി സാധനങ്ങൾ വരും. അവർ ചൈനീസ് ആട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് ചൈനീസിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നീൽഖണ്ഡ് ധാബ. ഇതും ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ്. നല്ല സൂപ്പർ ഡെലിഷ്യസ് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ആദ്യം ചില്ലി ഗോപിയാണ് വന്നത്. പിന്നെ പറഞ്ഞത് സിസ്ലറാണ്. ഏതോ പേരിലുള്ളൊരു സിസ്ലർ. അത് എത്തിയിട്ടുണ്ട് ഉണ്ടോ, സിസിൽ ചെയ്ത്. ഇത് അങ്കൂനും രാക്കേക്കുവാ. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അത്ര താല്പര്യമില്ല. സ്പ്രിംഗ് റോള്, ന്യൂഡിൽസ്, പനീർ മഞ്ചൂരിയൻ, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കുറച്ച് പച്ചക്കറി, ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം അവർ ഇത് കഴിക്കും. ഞാനത് ഉപ്പ് പോലും നോക്കിയില്ല. എനിക്ക് വലിയ താല്പര്യമില്ല ചൈനീസ് ഫുഡിനോട്. ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് കണ്ടേ. സവാളയും ഗ്രീൻ ചട്നിയും അച്ചാറും. നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ എന്നല്ല, നോർത്ത് ഇന്ത്യൻ രാജ്മ ചാവൽ. അതും പഞ്ചാബി രാജ്മ ചാവൽ കേട്ടോ. അപ്പോൾ സോസൊക്കെ ഞാൻ നീക്കി വെച്ചിട്ട് എൻ്റെ രാജ്മ എത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ രാജ്മ ചാവലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പ്രശ്നം എന്താ വെച്ചാലേ, ഈ നോർത്ത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ചോറ് അധികം വേവിക്കില്ല. നമ്മുടെ ഫ്രൈഡ് റൈസ് ബിരിയാണിയുടെ ആ ഒരു രീതിയെ കാണത്തുള്ളൂ, അതേ ഉള്ളൂ. പിന്നെ അതേ ചുട്ട പപ്പടവും റൈത്തയും കാണും. അപ്പോൾ അതേ നല്ല ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് രാജ്മ. അപ്പോൾ റൈസ് എനിക്ക് തോന്നുന്നു ബസ്മതി സെല്ല റൈസ് ആയിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് മുഴുവൻ കഴിച്ചു. രാക്കേതേ ലാസ്റ്റ് ഒരു ചായയും കുടിച്ചു. ഫൈനൽ നമ്മുടെ ടൂത്ത് പിക്കും ഷുഗർ കോട്ടഡ് പെരിഞ്ചീരകം ബില്ല് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി റോഡ് സൈഡിൽ പഞ്ചാബിൽ. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ജമ്മു കഴിഞ്ഞ് പഞ്ചാബിൽ കയറുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. സംഭവം നല്ല ഫുഡാണ്. ഈ റെസ്റ്റോറൻറ്റ് ചെയിൻ കുറച്ച് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ചെയിനും തന്നെയാണ് നീൽഖണ്ഡ്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ മെയിൻലി ഈ പഞ്ചാബ്, ഹരിയാനയിലുണ്ട് കേട്ടോ. ഇവരുടെ 2-3 ചെയിനുണ്ട്. എനിക്കൊന്ന് ഹരിയാനക്കാരുടെ ആണിത്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീടിനടുത്ത് എത്താറായി. ഓറിയോയിലാണ് നിൽക്കുന്നത്. ഡ്രൈവ് ചെയ്ത് കുറേ ഇനി വന്നു കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് ഇനി വലിയ ദൂരമില്ല. ഞാൻ എപ്പോഴും കാണിക്കുന്നത് നമ്മുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റാണ് ഓറിയോ. ഞാൻ ഒരു പൈനാപ്പിൾ കോക്കനട്ട് മിൽക്ക് വാങ്ങിച്ചു കേട്ടോ. അങ്കു നമ്മുടെ ഓറിയോ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് ഓറിയോകളും രാക്കെ ഒരു കോഫിയും കുടിച്ചു. ഇത് ശരിക്കും ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേയുടെ സൈഡിലുള്ള കടയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വന്ന് എന്തെങ്കിലും കഴിച്ച് കുടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഏരിയ അത്. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി സന്തോഷം തന്ന നമ്മുടെ കാശ്മീർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ തിരിച്ച് നമ്മുടെ വീടെത്തി. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.